Good morning, students. Today, take new lesson. 7th chapter, similar triangle. First, നിങ്ങൾ അറിയേണ്ടത് ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾസിനെ കുറിച്ച് അറിയണം. ട്രയാങ്കിൾസിന് 3 സൈഡ്സ് ഉണ്ട്, 3 ആംഗിൾസ്, 3 വെർട്ടിസസ് ആണുള്ളത്. അത് നിങ്ങൾ ലോവർ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രയാങ്കിൾ എങ്ങനെയാണ് സിമിലർ ട്രയാങ്കിൾസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾ ആണെന്ന് കണ്ടെത്തുക, അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സിമിലർ ട്രയാങ്കിൾ എന്ന ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട സബ് ടോപ്പിക് ആയിട്ട് സിമ്പിളായിട്ടുള്ള സബ് ടോപ്പിക്സ് ആണ് ആംഗിൾസ് ആൻഡ് സൈഡ്സും സൈഡ്സ് ആൻഡ് ആംഗിൾസ്. അങ്ങനെ 2 ടോപ്പിക്സ് ആണുള്ളത്. സബ് ടോപ്പിക് അതിൽ ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയെങ്കിലും ആംഗിൾസ് ഈക്വൽ ആക്കണം. അപ്പൊ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് എന്തായി മാറും? സിമിലറായി മാറും. അപ്പൊ സിമിലർ എന്നുള്ളതിന് ആംഗിൾ ഈക്വൽ ആവണം. 2 or 3 അല്ല 2 ആംഗിൾസ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ ഓർ 3 ആംഗിൾസ് ആർ ഈക്വൽ, ട്രയാങ്കിൾസ് ആർ സിമിലർ, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രപ്പോർഷൻ ആയിരിക്കും, സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ ഷേപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഒരു സിമിലർ ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളെ മനസ്സിൽ കിട്ടുക, അപ്പം തന്നെ നിങ്ങൾക്ക് എന്താവണം? ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ്, സൈഡ്സ് റേഷ്യോ സെയിം ആവാം. തേർഡ്, ഷേപ്പ് സെയിം ആണ്, പക്ഷെ സൈസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാക്കണം. അപ്പോൾ ട്രയാങ്കിൾസിന് സൈഡ്സും ആംഗിൾസും വെച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിലെ സൈഡ്സും ആംഗിൾസ് ആണ് ട്രയാങ്കിളിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിന് 6 എലമെൻറ്റ്സ് ആണുള്ളത്. അത് സൈഡ്സും ആംഗിൾസുമാണ്. വെർട്ടെക്സ് എലമെൻറ്റ്സ് ആക്കി എടുക്കാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ട്രയാങ്കിൾ സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യും. എങ്ങനെയാണ് സൈഡ്സ് റേഷ്യോ പ്രപ്പോർഷൻ ആവുക, അല്ലെങ്കിൽ സൈഡ്സ് റേഷ്യോ ആർ ഇൻ ദ സെയിം റേഷ്യോ എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രയാങ്കിളാണ് PQR. ആ PQRന്റെ 2 ആംഗിൾസ് നിങ്ങൾക്ക് ഈക്വൽ ആണ്. അപ്പോൾ തേർഡ് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആവും. ഇത് നിങ്ങൾ പഠിച്ചു. അതിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഒരു ട്രയാങ്കിളിന്റെ പേര് എഴുതുമ്പോൾ ആ ലെറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ p എന്ന് മാർക്ക് ചെയ്യും. അതായത് P എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ p, Q എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ q, ആറിന്റെ ഓപ്പോസിറ്റ് സ്മോൾ r എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതാണ്, മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ABC എന്ന ട്രയാംഗിളിന്റെ സൈഡ്സും ഓപ്പോസിറ്റ് സൈഡ്സും എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. സ്മോൾ a, ബിന്റെ ഓപ്പോസിറ്റ് സ്മോൾ b, സിന്റെ ഓപ്പോസിറ്റ് സ്മോൾ സി എന്ന് മാർക്ക് ചെയ്യും. ഇനി ഈ ട്രയാങ്കിൾ ഞാൻ അതിലേക്ക് വരച്ചതിന് ശേഷം ഈ ചെറിയ ട്രയാങ്കിൾ അതിലേക്ക് മാർക്ക് ചെയ്തു. ഇതാണ് ABC, ഫസ്റ്റത്തെ ട്രയാങ്കിൾ. പിന്നെ അതിലേക്ക് PQR വരയ്ക്കുമ്പോൾ PQQR ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഈ 2 ട്രയാങ്കിൾ കൂടെ ഞാൻ ഒരു ചിത്രത്തിൽ വരച്ചത് എന്താ? കഴിഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആംഗിൾസ് ഈക്വൽ ആണ്, പിന്നെ ഇത് 2 പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യും? സൈഡ്സ് റേഷ്യോ ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ ആ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട്, അവിടെ പഠിച്ചത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്കറിയാം A/B = P/Q = C/R എന്നാ പറഞ്ഞാൽ അത് ഈക്വൽ ആണ്. ആ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് സെയിം വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് അതിനെ ആ സ്റ്റേറ്റ്മെന്റിന് ഷോർട്ടാക്കി പഠിക്കുകയാണെങ്കിൽ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ദ സെയിം ആംഗിൾ, നിങ്ങൾ ഫിഗറിൽ കണ്ടു, സെയിം ആംഗിളിന്റെ സൈഡ്സ് ടേക്കൺ ഇൻ ദ ഓർഡർ ഓഫ് സൈസ്, ആ ഓർഡർ സൈസിന്റെ ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ ആർ ഇൻ ദ സെയിം റേഷ്യോ. അത് തന്നെയാണ് 2 ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് ഷോർട്ടായിട്ട്. ഇൻ ജനറൽ ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇൻ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? അതായത് ഇൻ ട്രയാങ്കിൾ വിത്ത് ദ സെയിം ആംഗിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ.
അതായത് ഈക്വലായ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. അതായത് എ എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്മോൾ ട്രയാങ്കിൾ ഈക്വലായ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബി. ബി എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ക്യൂ. സി ബൈ ആർ ആർ സ്കെയിൽഡ് ബൈ എ സെയിം ഫാക്ടർ. സ്കെയിൽഡ് ബൈ എ സെയിം ഫാക്ടർ ഈക്വൽ ടു കെ. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ലാസ്റ്റ് എടുക്കുകയാണെങ്കിൽ എ ബൈ പി ഈക്വൽ ടു കെ. അപ്പം എ ഈക്വൽ ടു എന്ത് വരും? കെ പി. കെ. അതുപോലെ ബിയും ക്യൂ ഈക്വൽ ടു ആറിന് എടുക്കാം. അപ്പോൾ ഒന്ന് കിട്ടി. ബി ബൈ ക്യൂ ഈക്വൽ ടു കെ ആണെങ്കിൽ ബി ഈക്വൽ ടു ക്യൂ കെ അല്ലെങ്കിൽ കെ ക്യൂ. അതുപോലെ ലാസ്റ്റ് ഇട്ട് എടുക്കുകയാണെങ്കിൽ സി ബൈ ആർ ഇസ് ഈക്വൽ ടു കെ ആണെങ്കിൽ സി ഇസ് ഈക്വൽ ടു ആർ കെ അല്ലെങ്കിൽ കെ ആർ. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു അതായത് ഈക്വൽ ടു സ്കെയിൽ ഫാക്ടർ ഇൻറ്റു ആർ ആയിരിക്കും. ഒന്നും കൂടി പറയാം. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് വിത്ത് ദ സെയിം ആംഗിൾ, അതായത് സെയിം ആംഗിളായ ട്രയാങ്കിൾസ് ആണെങ്കിൽ ടേക്കൺ ഇൻ ദ ഓർഡർ, ആ ആംഗിളിന്റെ ഓർഡർ കറക്റ്റ് ആണ്. അപ്പൊ 30 ഡിഗ്രി ഈക്വലായ ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ 30 ഡിഗ്രി എടുക്കും. എന്നിട്ട് ഇൻ ദ ഓർഡർ ഓഫ് സൈസ്, ആ ഓർഡറിന്റെ സൈസിൽ സൈഡ്സും എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. അല്ലെങ്കിൽ ദ ആംഗിൾസ് വിത്ത് ദ സെയിം ആംഗിൾ ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. അതിൽ നിന്ന് എ ബൈ പി ഈക്വൽ ടു ബി ബൈ ക്യൂ ഈക്വൽ ടു സി ബൈ ആർ ഈക്വൽ ടു സ്കെയിൽ ഫാക്ടർ ആയിട്ട് ഒരു കെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റും ലാസ്റ്റും കൂടെ എടുക്കുമ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇസ് ഈക്വൽ ടു പി കെ അല്ലെങ്കിൽ കെ പി. ബി ഈക്വൽ ടു ബി ബൈ ക്യൂ ഈക്വൽ ടു ആർ ആണെങ്കിൽ ബി എന്തായി വരും? കെ ക്യൂ വരും. സി ബൈ ആർ ഈക്വൽ ടു കെ ആണെങ്കിൽ സി ഈക്വൽ ടു കെ ആർ. അതായത് ഒരു സ്കെയിൽ ഫാക്ടറിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഉണ്ടാവുക എന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് രണ്ട് ട്രയാങ്കിൾസ് ആണ്. ആംഗിൾസ് ഈക്വൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം. എക്സ് വൈ ഡിഗ്രി സെഡ് ഡിഗ്രി ഒരു ട്രയാങ്കിൾ ആണ്. അതുപോലെ വേറൊരു ട്രയാങ്കിൾ ആണ് ആംഗിൾസ് എക്സ് ഡിഗ്രി വൈ ഡിഗ്രി സെഡ് ഡിഗ്രി. അപ്പം ആംഗിൾസ് ഈക്വൽ ആണ് ടു ട്രയാങ്കിൾ. അപ്പൊ പേര് കൊടുക്കാം എ ബി സി. അതുപോലെ തന്നെ ഇതിനൊരു പേര് കൊടുക്കണം പി ക്യൂ ആർ. ഇങ്ങനെ ടു ട്രയാങ്കിൾസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആണ് ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ഈക്വൽ ആയിട്ട് എക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എ സി ആണ്. ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? പി ആർ ആണ്. അതുപോലെ ബി സിക്ക് ഓപ്പോസിറ്റ്, അതായത് വൈ എന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് എ ബി, വൈക്ക് ഓപ്പോസിറ്റ് പി ക്യു. പിന്നെ സെറ്റ് എന്ന ആംഗിളിന് ബി സി, ഇവിടെ സെറ്റ് എന്ന ആംഗിളിന് ക്യു ആർ. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ആംഗിൾസ് എക്സ് എന്ന ആംഗിൾ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ പേഴ്സ് എഴുതി വെക്കുക. അപ്പൊ ഈ ട്രയാംഗിൾ എക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാ? എ സി ആണ്. ഈ എക്സ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഏതാണ്? പി ആർ ആണ്. അപ്പൊ ഇതാണ് ഈക്വൽ ആയ പെയർസ്, സൈഡ്സ് ഓഫ് പെയർസ്. ഇനി വൈ എന്ന ആംഗിൾ, ഇവിടെ വൈയും ഇവിടുത്തെ വൈയും ഈക്വൽ ആണ് വെക്കുക. അത് 30 ഡിഗ്രി ആണ് വിചാരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് പെയർസ് ഏതൊക്കെയാ വരിക? എ ബി ആണ്. ഇവിടെ വൈ എന്ന ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഏതാ വരുന്നത്? പി ക്യു. ഇനി സെറ്റ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബി സി ആണ്. ഇവിടെ സെറ്റ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ക്യു ആർ. അങ്ങനെ ഓപ്പോസിറ്റ് പെയർസ് എഴുതി വെക്കുക. ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് പെയർസ് ആണിത്. അത് ഫസ്റ്റ് ട്രയാംഗിൾ എ സിക്ക് ഈക്വൽ ആയിട്ട് പി ആർ ആണ്, എ ബിക്ക് ഈക്വൽ ആയിട്ട് പി ക്യു ആണ്, ബി സിക്ക് ഈക്വൽ ആയിട്ട് ക്യു ആർ ആണ്. ഇനി ഇതിന്റെ സൈഡ്സ് റേഷ്യോ ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സൈഡ്സ് റേഷ്യോ നോക്കാം? എ സി ബൈ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ആർ. എ സി ബൈ പി ആർ. എ സി ബൈ പി ആർ എന്ന് ചെയ്ത് നോക്കുക. എ സി എത്രയാ? 6 ആണ്. 6 ബൈ പി ആർ എത്രയാ? 3. 2 കിട്ടി. അതുപോലെ നമുക്ക് സൈഡ്സ് ഈക്വൽ ആംഗിൾസ് ഓപ്പോസിറ്റ് പെയർസ് റേഷ്യോ നോക്കാം. എ ബി ബൈ പി ക്യു. എ ബി ബൈ പി ക്യു. എ ബി എത്ര? ഇവിടെ 8 സെന്റിമീറ്റർ ആണ്.
8/PQ. PQ 4 cm. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 2 ആണ്. തേർഡ് പെയറായ BC ബൈ BCയുടെ ഈക്വൽ ആയിട്ടുള്ള പെയറാണ് QR. അപ്പൊ BCയുടെ ഓപ്പോസിറ്റ് 10/5. 10/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ആണ്. അങ്ങനെ നമ്മൾ സൈഡ്സ് റേഷ്യോ ഈക്വൽ ആയ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ ചെയ്ത് നോക്കിയപ്പം 2 കിട്ടി. അതേമാതിരി അടുത്ത ഈക്വൽ ആയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് പെയർസ് റേഷ്യോ ചെയ്തപ്പോഴും 2 കിട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ സൈഡ്സ് റേഷ്യോ എന്തായിരിക്കും ഈക്വൽ ടു 2 ആണ്. അതാണ് നിങ്ങൾ എഴുതിയത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ ഇക്വേഷൻ വെച്ച് നോക്കാം. എന്റെ ഓപ്പോസിറ്റ് സ്മോൾ എ ആണ്, ബിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ബി ആണ്, സിന്റെ സ്മോൾ സി. അതുപോലെ ഇവിടെ ബിയുടെ പി എന്നും ക്യൂന്റെ ആറ്, ക്യൂ എന്നും ആറിന്റെ ഓപ്പോസിറ്റ് സ്മോൾ ആറും എടുക്കാം. എന്നിട്ട് സൈഡ്സ് റേഷ്യോ നോക്കാം. അങ്ങനെ ചെയ്താലും മതി. എക്സ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബി ആണ്. അതുപോലെ എക്സ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ എക്സ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് ക്യൂ ആണ്. അത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത് 6/3 2 ആണ് കിട്ടിയത്. അതുപോലെ അടുത്ത സൈഡ് y എന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് സി. ഇവിടെ ഏതാ y എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് r ആണ്. C/r ഈക്വൽ ടു 8/4 2. അതുപോലെ അടുത്ത് സെറ്റ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് എ ആണ്. ഇവിടെ സെറ്റ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് പി ആണ്. ഈക്വൽ ടു 10/5 2. അതിൽ നിന്ന് എന്താ മനസ്സിലായത്, A/P ഈക്വൽ ടു B/Q ഈക്വൽ ടു C/R ഈക്വൽ ടു 2 ആയിരിക്കും. ഇത് നല്ലതെന്നും കൂടെ നിങ്ങൾക്ക് കിട്ടിയ A/P ഈക്വൽ ടു B/Q ഈക്വൽ ടു C/R ഈക്വൽ ടു 2. അതാണ് നമ്മൾ എന്തായിട്ട് എടുത്തത്, ജനറൽ ആയിട്ട് K എന്നെടുത്തിട്ട് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. അപ്പൊ ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഇങ്ങനെയൊന്നല്ല ചോദിക്കാം. നിങ്ങളോട് ഏതാ ചെയ്യാം, ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് ഒക്കെ തരും, മറ്റേ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡ് തരുള്ളൂ, ബാക്കിയുള്ള സൈഡ്സ് കാണാം. അപ്പൊ നമുക്ക് ഈ ഫിഗറിലെല്ലാം വെച്ച് നമുക്ക് നോക്കാം. എന്താണ്, ഞാൻ ഇവിടെ മാത്രമേ തന്നിട്ടുള്ളൂ, ഈ സൈഡ്സ് തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ട്രയാങ്കിൾ ആണ് ABC എന്ന ട്രയാങ്കിളും PQR എന്ന ട്രയാങ്കിളിന്റെയും ആംഗിൾസ് ഈക്വൽ ആണ്, y ഈക്വൽ ആണ്, സെഡും ഈക്വൽ ആണ്. ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്, സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള സൈഡ്സ് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ എടുക്കുക. ഈക്വൽ ആംഗിൾ എക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് AC-യും PR ആണ്. അപ്പൊ AC/PR എത്രയാണ് ഇവിടെ 6/ അറിയില്ല. അപ്പൊ അറിയുന്ന സൈഡ് ആദ്യം എടുക്കുക. അറിയുന്ന സൈഡ് ഏതാ, ഒരു സൈഡ് മാത്രം തരുന്നുള്ളെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ജനറലായിട്ട് ചെയ്താൽ മതി. ഈക്വൽ ആംഗിൾ ആണ് എക്സിന്റെ ഓപ്പോസിറ്റ് പെയർസ് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുക. എഴുതി വെച്ച് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരില്ല. വൈന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് എഴുതി വെച്ചു, സെഡ് എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്. എന്നിട്ട് ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പൊ തന്നത് ഏത് സൈഡാണെന്ന് നോക്കാം. ഏതൊക്കെ തന്നത്, സെഡിന്റെ മാത്രമേ തന്നിട്ടുള്ളൂ, സെഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ, സൈഡ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം സെഡിന്റെ ഇവിടെ സെഡിന്റെ 10 ആണ് തന്നിട്ടുണ്ട്, ഇവിടെ സെഡിന്റെ 5 ആണ് തന്നത് ഉപയോഗിച്ച് ചെയ്യും. അപ്പൊ BC/QR 10/5 ഇത്രയും വന്ന് 2 ആണ്. അപ്പൊ 2 ആയതുകൊണ്ട് ഇനി ബാക്കിയുള്ള സൈഡ്സ് ഒക്കെ കാണാം. അപ്പൊ 2 ആണെങ്കിൽ ബാക്കിയുള്ള സൈഡ് എന്തായിരിക്കണം വേണ്ടത്, AC-ന്റെ സ്ഥാനത്ത് നമുക്കറിയാം AB 8 cm, AC 6 ആണ്, 6 ആണ്. അപ്പം 3 ആണ്. 2 ആയതുകൊണ്ട് ഇവിടെ എത്ര വരിക, 3 ആണ് വരിക. അതേമാതിരി AB എത്രയാണ്, 8 ആണ് തന്നത്. PQ ഈക്വൽ ടു 2 ആണ്. അപ്പൊ PQ എന്ത് വരും, കണ്ടുപിടിച്ചാലേ ക്രോസ് ആയിട്ട് കണ്ടുപിടിച്ചാൽ 2PQ 8 ആണ്. അപ്പൊ PQ എന്തായിരിക്കും, 8/2 ആയിരിക്കും. 8/2. അപ്പൊ 8/2 എന്ന് പറഞ്ഞാൽ എത്രയാ, 8/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പെയർസ് ഓപ്പോസിറ്റ് പെയർസ് എഴുതാം, പെയർസിനെ ഡിവൈഡ് ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ളൂ. തന്ന സൈഡ് 10 5, അതിന്റെ സ്കെയിൽ ഫാക്ടർ എന്താ വരിക, 10 കൊണ്ട് 5 ഡിവൈഡ് ചെയ്ത് 2 ആണ്. അപ്പൊ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എഴുതിയാൽ മതി. വൺ വേർഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ y എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള AB 8 ആണെങ്കിൽ y എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇത് എന്തായിരിക്കും, ആ 8ന്റെ ഹാഫ് എത്രയാ 4.
അപ്പോൾ 4 എഴുതി വെക്കാം. അതുപോലെ ഇനി നിങ്ങൾക്ക് തരാത്ത സൈഡ് ഏതാ? എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡ് 6 ആയതുകൊണ്ട് ഇവിടെ എക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? 2 അല്ലേ? അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും? 3 ആയിരിക്കും. അപ്പൊ സ്കെയിൽ ഫാക്ടർ ആയിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എ എന്ന സൈഡ് തന്നിട്ടുണ്ട് 10, ബി എന്ന സൈഡ് 5 തന്നിട്ടുണ്ട്. ബി എത്രയാണ്? ബിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് അറിയാം 6 ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിയില്ല ഏതാണ് ഈ സൈഡ് ഏതാ? ക്യൂ അറിയില്ല. 6 സി എത്രയാണ്? 8 ആണ്. 6 അറിയില്ല. പക്ഷെ നമുക്ക് അറിയാം 10/5 ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 10/5 ക്യാൻസൽ ചെയ്താൽ 2 ആണ്. ഇനി ഈ രണ്ട് പേഴ്സ് എടുക്കാം. എന്താ? 6/q = 2 ആയതുകൊണ്ട് ക്യൂ എന്തായിരിക്കും? 2q 6 ആണ്. അപ്പൊ q = എന്ത് വരും? 3 വരും. അതുപോലെ ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ 8/r = 2 ആണ്. അപ്പൊ 2r = 8 ആണ്. r = 8/2 4. അങ്ങനെ 3 കേസിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 10ന് ഹാഫ് ആണ്. ഇവിടെ 5 എഴുതി വെച്ചാൽ അത് ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് നോക്കി എഴുതണം. ആംഗിൾ ടേക്കൺ ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റിന്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ സെറ്റിന്റെ ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ ഇവിടെ എന്താ ചെയ്ത്? സ്മോൾ ആംഗിളിലേക്ക് ട്രയാംഗിളിലേക്ക് വരുമ്പോൾ ഹാഫ് എടുക്കുക ചെയ്തു. അതുപോലെ വൈന്റെ ഓപ്പോസിറ്റ് 8 ആണെങ്കിൽ വൈ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് 8ന്റെ ഹാഫ് എത്രയാ? 4 ആണ്. എക്സിന്റെ ഓപ്പോസിറ്റ് 6 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫിഗറിൽ എക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അതിന്റെ ഹാഫ് എത്രയായിരിക്കും? 6ന്റെ ഹാഫ് 3 സെന്റിമീറ്റർ. ഇങ്ങനെയാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത്. അത് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ അല്ല, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സൈഡ്സ് റേഷ്യോ തന്ന് അതിനനുസരിച്ച് ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ മാറ്റി വേറെ സൈഡാണ് തന്നത്, ഇവിടെയാണ് തന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ബാക്കിയുള്ള സൈഡ് കാണാൻ അപ്പോൾ ഏതെടുക്കുക? വൈൻ്റെ ഓപ്പോസിറ്റാണ് തന്നത്. അപ്പോൾ വൈൻ്റെ ഓപ്പോസിറ്റ് നോക്കുക. 8 ആണ്. 8 4 ആവാൻ എന്താ ചെയ്തിട്ടുണ്ടാവുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യില്ല ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സിന്റെ 6 ആയതുകൊണ്ട് എക്സിന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എക്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതി വെക്കുക 3. ഇനി സെറ്റിന്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ സെറ്റിന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഹാഫ് എത്രയാ? 5. അങ്ങനെ ഏതാണോ തന്നത് അത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. തന്ന കൊടുക്കുക, തരാത്തത് നമ്മൾ കണ്ടുപിടിക്കാം. ക്രോസ് ആയിട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്. ഓക്കെ, പഠിച്ചെടുക്കുക.